നമസ്കാരം. നമ്മൾ എല്ലാവരും ഷാംപൂസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ ഷാംപൂസിന് എല്ലാ ഷാമ്പുവും വളരെ നല്ലതാണ് എന്നുള്ള പരസ്യമായിരിക്കും എല്ലാവരും കൊടുക്കുക. പക്ഷേ അതിനനുസരിച്ച് നമ്മൾക്ക് ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ അറിയുമ്പോൾ ഇത് നിങ്ങളെ ഞാൻ ഇപ്പോൾ പറയുന്ന കുറച്ച് കെമിക്കൽസ് ഇല്ലാത്ത ഷാമ്പു തിരഞ്ഞ് നോക്കി വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്നു. അതായത് ഈ കെമിക്കൽസ് നിങ്ങളെ ശരീരത്തിന് ഹാനികരമാണ്, അതേപോലെ തന്നെ മുടിക്ക് വളരെയധികം ഹാനികരമായിട്ടുള്ള കുറച്ച് കെമിക്കൽസ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഏത് കമ്പനീൻ്റെയാണ് ഷാമ്പു എന്നൊന്നും ഞാൻ പറയില്ല. അത് പിന്നെ എനിക്ക് എൻ്റെ ഒരു ലീഗൽ വശങ്ങളിലോട്ട് പോകേണ്ടി വരും. പിന്നെ അതുകൊണ്ട് ഞാൻ ഈ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഏതൊരു ഷാമ്പു വാങ്ങുമ്പോഴും അതിൻ്റെ ബാക്കിലുള്ള കണ്ടൻസിൽ ഈ പറയുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അത് വാങ്ങണ്ട. അതിന് പകരം വേറെ ഇതില്ലാത്ത ഷാമ്പൂസ് വാങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സൾഫേറ്റ്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഷാമ്പൂവിൽ സൾഫേറ്റ്സ് ആയിട്ട് തന്നെയല്ല കാണുക. ഈ സൾഫേറ്റ് ആയിട്ട് മാത്രമല്ല കാണുക. സൾഫേറ്റ്സ് യൂഷ്വലി കാണാറ് നമുക്ക് രണ്ട് രീതിയിലാണ്. മനസ്സിലായില്ലേ? നമുക്ക് രണ്ട് രീതിയിലായിട്ടാണ് സൾഫേറ്റ്സ് യൂഷ്വലി ഫോം. സോഡിയം ലോറൈൽ സൾഫേറ്റ് SLS എന്നായിരിക്കും അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവുക. അതായത് ഈ സൾഫേറ്റ് ഉള്ള ഷാമ്പൂവിൻ്റെ ബാക്കിൽ സൾഫേറ്റ്സ് എന്നായിരിക്കില്ല എഴുതിയിട്ടുണ്ടാവുക. ഒന്നെങ്കിൽ സോഡിയം ലോറൈൽ സൾഫേറ്റിന് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ SLS. പിന്നെ വേറൊരു ഫോം സോഡിയം ലോറത്ത് സൾഫേറ്റ്, അതിൻ്റെ ഷോർട്ട് ഫോം SLES എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അത് നമ്മളധികം യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കരമായിട്ടുള്ള ഹെയറിന് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. മെയിനായിട്ട് തിന്നിങ് ഓഫ് ഹെയർ, അതായത് ഹെയർ ഭയങ്കരമായിട്ട് തിന്നായി വരും. അതിൻ്റെ മെലാനിൻ കോട്ടും കാര്യങ്ങളും കെരാറ്റിനും എല്ലാം നഷ്ടപ്പെടും. പിന്നെ എക്സിമ എന്ന് പറഞ്ഞൊരു സ്കിൻ ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹെയർ പൊട്ടിപ്പോകേണ്ട ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഡ്രൈ ആവും സ്കാൽപ്പ്, അങ്ങനെ ഹെയർ പൊട്ടിപ്പോകാൻ തുടങ്ങും. അപ്പോൾ സൾഫേറ്റ്സ് ഇല്ലാത്ത ഷാമ്പു വേണം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മുടി ഒഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ SLSO SLESO ആയിട്ടായിരിക്കും അതിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിച്ച് വാങ്ങുക. ഈ സൾഫേറ്റ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, സൾഫേറ്റ് മെയിനായിട്ട് പതപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. പത കൂടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഫ്രോത്ത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക കോസ്മെറ്റിക്കായിട്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ അടുത്തത് മെയിനായിട്ടുള്ള കെമിക്കൽ ഏതാ വെച്ചാൽ, അടുത്തത് ഫ്താലൈറ്റ്സ് എന്ന് പറയും. PHTHALATES ഫ്താലൈറ്റ്സ്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് യൂഷ്വലി നമ്മൾ പ്ലാസ്റ്റിക്കിലൊക്കെ കാണുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിന് ഹ്യൂമൻ ബോഡീൻ്റെ ഉള്ളിലോട്ട് അബ്സോർബ് ആയി കയറാൻ പറ്റും. ഡിഫ്യൂഷൻ വഴി ഹ്യൂമൻ്റെ ബോഡീൻ്റെ ഉള്ളിലോട്ട്, അതായത് സ്കിന്ന് വഴി. നമ്മളിപ്പോൾ തലയിൽ ഷാമ്പു തേക്കുമ്പോൾ അവിടെ പതഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടി ഈ ഫ്താലൈറ്റ്സിന് ഉള്ളിലോട്ട് കയറാൻ പറ്റും, സ്കിന്നിൻ്റെ ഉള്ളിലോട്ട്. അങ്ങനെ അത് രക്തക്കുഴലുകൾ മൈക്രോ സർക്കുലേഷൻ വഴി രക്തക്കുഴലിലോട്ട് കയറി എന്തൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുക വെച്ചാൽ, സ്പേം കൗണ്ട് കുറയ്ക്കും. അതായത് സ്പേം കൗണ്ട് ആണുങ്ങൾക്ക് ഭയങ്കര കുറവായിരിക്കും. മൊട്ടൈലായിട്ടുള്ള സ്പേം ഉണ്ടാവില്ല. അങ്ങനെ കുട്ടികൾ ഉണ്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇൻഫെർട്ടിലിറ്റി ആണുങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഇൻഫെർട്ടിലിറ്റി, അതായത് കുട്ടികൾ ഉണ്ടാവാത്തൊരവസ്ഥ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പ്രഗ്നൻസി ആണെങ്കിൽ ആ സമയത്ത് വളരെ റിസ്ക്കാണ്. അബോർഷനൊക്കെ വളരെ ചാൻസ് കൂടുതലായിട്ട് എക്സ്പോഷർ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വരുന്ന ഡയബറ്റീസ്, അത് വരാനും വളരെയധികം ചാൻസ് ആണ് ഈ ഫ്താലൈറ്റ്സ് എന്ന്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അധികം ആളുകൾക്ക് അറിയാത്തൊരു കാര്യം. ഫ്താലൈറ്റ്സ് എന്ന് പറയുന്ന സാധനം നമ്മളെ ഷാമ്പൂവിലുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കുട്ടികളുണ്ടാവില്ല, രണ്ടാമത്തത് കുട്ടികളുണ്ടാവുന്ന പ്രഗ്നൻസി സമയത്തുള്ള നമ്മൾക്ക് മെയിനായിട്ട് വരുന്ന എന്താണ് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാവാം. അതായത് ഷുഗർ വരാം. ഗസ്റ്റേഷണൽ ഡയബറ്റീസ്, സാധാരണ ഡയബറ്റീസ് അല്ല, ഈ പ്രഗ്നൻസിൻ്റെ സമയത്ത് വരുന്ന ഡയബറ്റീസ് ഉണ്ടായി വരാം. അല്ലെങ്കിൽ പ്രഗ്നൻസിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അബോർഷൻ വരെ സംഭവിക്കാം. സ്ഥിരമായിട്ട് ഇതിനോട് എക്സ്പോസ് ആയി കഴിഞ്ഞാൽ കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റിനെ വരെ ബാധിക്കാം. ഓക്കെ, സ്പേം കൗണ്ട് കുറയാം, സ്പേമിൻ്റെ മോട്ടിലിറ്റി കുറയാം. അടുത്തതിൻ്റെ പേരാണ് പാരബൻസ് എന്ന് എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ ബാക്കിൽ. പാരബൻസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക വെച്ചാൽ, പാരബൻസും മറ്റേതുള്ള പോലെ തന്നെ നമ്മളെ ശരീരത്തിലോട്ട് ഡിഫ്യൂസായി സ്കിന്ന് വഴി മൈക്രോ സർക്കുലേഷനിലോട്ട് കയറാൻ നല്ല ചാൻസ് ഉള്ള സാധനമാണ്. അതെന്താ ഉണ്ടാവുക വെച്ചാൽ, സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്ത്രീകളുടെ ബ്രസ്റ്റിന് സെൽസിൻ്റെ ടിഷ്യൂ കൂടുതലായിട്ട് വളർന്ന് അവിടെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽസിനുള്ള മെയിനായിട്ടുള്ള ഹോർമോണാണ്. ഈസ്ട്രജൻ്റെ അളവ് അതിൽ ഒരു ചേഞ്ചസ് വരുത്തിയിട്ട്
ആ ഈസ്ട്രജൻ പ്രൊഗസ്ട്രോൺ അളവിൽ വ്യത്യാസം വരുത്തിയിട്ട് എന്താ ഉണ്ടാവുക വെച്ചാൽ മെൻസ്ട്രുവേഷൻ പീരീഡ്സ് ശരിയല്ലാത്ത അവസ്ഥയിലും അതേപോലെ പ്രഗ്നൻസിൻ്റെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രഗ്നൻ്റ് ആവാത്തൊരവസ്ഥയിലും ആവാൻ ചാൻസ് ഉണ്ട്. അതായത് മിസ്കാരിയേജ് അല്ലെങ്കിൽ അബോർഷൻസ് കൂടുതലായിട്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു കേസിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈസ്ട്രജൻ പ്രൊഗസ്ട്രോൺ അതായത് സ്ത്രീകളുടെ മെയിൻ ആയിട്ടുള്ള ഹോർമോൺസിൻ്റെ രണ്ടെണ്ണത്തിനും വ്യത്യാസം കാരണം മെൻസ്ട്രുവേഷനിലും പ്രശ്നം, അത് മെൻസസ് ഉണ്ടാവുന്നതിനും പ്രശ്നം ഉണ്ടാവും, അതേപോലെ പ്രഗ്നൻസിൻ്റെ കാര്യത്തിലും പ്രശ്നം ഉണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ വളരെ കൂടുതലായിട്ടുള്ള അലർജിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കും, ഡെർമറ്റൈറ്റിസ് പോലത്തെ. അതേപോലെ തന്നെ ഫ്ലേക്ക്നെസ് ഉണ്ടാക്കും, റെഡ്നെസ് ഉണ്ടാക്കും, ഫ്ലേക്കിംഗ് ഉണ്ടാക്കും. അതൊക്കെ സാധാരണ എല്ലാം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ മെയിനായിട്ടുള്ളത് നമ്മളെ മെൻസ്ട്രേഷൻ്റെ കാര്യത്തിൽ ചേഞ്ചസ് വരുത്തും. അതേപോലെ തന്നെ നമ്മളെ കുട്ടികളുണ്ടാവാതെ റിപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസീൻ്റെ കാര്യത്തിൽ അബോർഷനോ മിസ്കാരേജോ ഫോം ചെയ്തുകൊണ്ടിരിക്കാം ഈ പാരബൻസ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതും ശ്രദ്ധിക്കുക, ഇതും ഉണ്ടോ എന്ന് നോക്കുക. അടുത്തത് നമ്മൾ പറയുന്നത് ഫോർമാൽഡിഹൈഡ്. ഇതെന്ന് വെച്ചാൽ ക്യാൻസർ ഉണ്ടാക്കാം, കാർസിനോജനിക്, ക്യാൻ ഫോം ക്യാൻസർ, അതായത് കാർസിനോജനിക് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് ഫോർമാൽഡിഹൈഡ്. ഈ ഫോർമാൽഡിഹൈഡ് ഉണ്ടെങ്കിൽ കൂടുതലായിട്ടും ഇത് എക്സ്പോസ് വന്നു കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാവാം. ഈ എക്സിമ എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ പോലെ റെഡ്നെസ് ഒക്കെയാണ്. കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാം, പീലിംഗ് ഓഫ് സ്കിൻ ഉണ്ടാവും. ഇതൊക്കെയാണ് ഫോർമാൽഡിഹൈഡ് ഉണ്ടെങ്കിൽ ഉണ്ടാവുക. മെയിനായിട്ട് നിങ്ങൾ ഫോർമാൽഡിഹൈഡിൽ ക്യാൻസറിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്, കാരണം കാർസിനോജനിക് ആണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, പാരബൻസ്, ഫോർമാൽഡിഹൈഡ്, സൾഫേറ്റ്സ്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ താലൈറ്റ്സും ഉണ്ടെങ്കിൽ, ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങാതിരിക്കുക. അതിന് പകരം ഇത് 4ഉം ഇല്ലാത്ത ഷാമ്പൂസ് വേണം നോക്കി വാങ്ങാൻ. ഇനിയുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മുടി കൊഴിച്ചിലുള്ള ആളുകളും അതേപോലെ തന്നെ കുടുംബത്തിൽ ക്യാൻസർ ഉള്ള ആളുകളോ അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രഗ്നൻസി അബോർഷൻ കൂടുതലായിട്ട് വരുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ, നിങ്ങളെ ഫാമിലി അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വരാനുള്ള ഹെറിഡിറ്ററി ആയിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ചാൻസ് ഓൾറെഡി കൂടുതലുള്ള ആളുകൾ ഇങ്ങനത്തെ ഷാമ്പൂസ് സ്ഥിരമായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രഗ്നൻസിനെയും പിന്നെ അതേപോലെ തന്നെ സ്പേം കൗണ്ട്, ആണുങ്ങൾക്ക് സ്പേം കൗണ്ടിനെയും ഒക്കെ ബാധിക്കും. അപ്പോൾ നമുക്ക് ആണെങ്കിൽ എന്താ ഉണ്ടാവുക, ഒരു റീസണും അറിയുണ്ടാവില്ല എന്തുകൊണ്ട് കുട്ടികൾ ഉണ്ടാവണില്ല. പക്ഷേ അവസാനം ആർക്കും ഇത് പിടിയിട്ടുമില്ല. ഇതാണ് സംഭവം. ഓക്കെ, ഇത് ഹെൽത്ത് ലൈൻ എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള മാഗസീനിൽ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ, കേസ് സ്റ്റഡീൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു റിസർച്ചിൻ്റെ പേപ്പറിൽ നിന്ന് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം.